അതുപോലെ നമ്മുടെ കൗണ്ട് ഡൗൺ ഡേയുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് കിട്ടിയ റിപ്പോർട്ട്സിൽ ഒന്ന് പറഞ്ഞത് വളരെ ഇടുന്ന വോയിസുകൾ മറ്റൊരാൾക്ക് ചോദ്യം ചെയ്യാൻ എന്ത് അവകാശമാണുള്ളത്? അതെന്റെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഗ്രൂപ്പാണ്. എന്റെ ബിസിനസ് സംബന്ധമായുള്ള ഗ്രൂപ്പുകൾ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ അച്ചു ചേച്ചിയുടെ ഒരു പുതിയൊരു വോയിസ് വന്നിട്ടുണ്ട്. ഈ വോയിസ് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വീണ്ടും എയറിലേക്കാണ് പോകുന്നത്. സത്യം ആ വോയിസ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാൻ അതിനു മുമ്പേ നമ്മുടെ ഒലിവിയയ്ക്കും അച്ചു ചേച്ചിക്കും സിബി അണ്ണനും കൂടി ഞാനൊരു ഉപദേശം തരാം. വേറൊന്നുമില്ല, നിങ്ങൾ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഒരു സോറിയും പറഞ്ഞ് ആ കുട്ടികൾക്ക് അതിനുള്ള പരിഹാരവും കണ്ടു കഴിഞ്ഞാൽ ഈ പ്രശ്നം വളരെ സീരിയസ് ആവാതെ തീരും എന്ന് ഞാനൊരു ഉപദേശം അങ്ങ് തരാം. വീണ്ടും ചെയ്ത തെറ്റും ഇത്രയും തെളിവുകളടക്കം നിങ്ങൾ സംസാരിച്ച വോയിസുകളടക്കം പുറത്ത് വന്നിട്ടും അതിനെ ഇട്ട് ന്യായീകരിച്ച് വളച്ചൊടിക്കാൻ ശ്രമിച്ചിട്ടും നന്നാവാണ്ട് വീണ്ടും കിടന്ന് എഴയുന്നത് കയ്യിലിരിപ്പിൻ്റെ അവസ്ഥയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. വീണ്ടും ഒരു അവസരം തരുകയാണ്. വേണമെങ്കിൽ ഇനിയെങ്കിലും നന്നായിക്കോ. ചെയ്ത തെറ്റുകൾ ഏറ്റു പറഞ്ഞിട്ട് നന്നായിക്കോ. വേറൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്തു കൂട്ടി. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, മനസ്സിലായോ? ചെയ്തു കൂട്ടി. തെറ്റ് തന്നെയാണ്. വീണ്ടും അതിനെ ഇട്ട് ന്യായീകരിക്കാണ്ട് അത് ഏറ്റു പറഞ്ഞ് മര്യാദയ്ക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സോൾവ് ചെയ്യാൻ നിൽക്കുക. തെറ്റ് പറ്റാത്തവരായ ആരും ഈ ഉലോകത്തില്ല. പക്ഷെ ഇനിയെങ്കിലും അത് ആവർത്തിക്കാതിരിക്കുക, മനസ്സിലായോ? ഇനിയുള്ള സ്റ്റാഫുകൾക്കെങ്കിലും ഇത്രയും ദുരിതം ജീവിതം കൊണ്ടുപോകാണ്ട് മാന്യമായ അവർക്ക് ഉള്ള സാലറിയും കൊടുത്ത് കമ്മീഷനും കൊടുക്കുക. അല്ലാതെ ഈ 5000-10000 ഫൈൻ മേടിക്കാണ്ട് മര്യാദയ്ക്ക് ആ സ്ഥാപനം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോവുക. പക്ഷേ പകരം ചെയ്ത തെറ്റെന്ന് പറയുക, ഒരു സോറിയും പറഞ്ഞ് അതിനെന്താണ് പരിഹാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കാണുക, മനസ്സിലായ? അല്ലാണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനിവിടെ പെർഫെക്റ്റ് ആണെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ പറയുന്നതിന് നേരെ വിപരീതമായാണ് നിങ്ങളുടെ ഓരോ വോയിസ് റെക്കോർഡുകളും പുറത്ത് വരുന്നത്, മനസ്സിലായ? അത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി പെരുമാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. പക്ഷെ നിങ്ങൾ ഈ എത്ര പറഞ്ഞിട്ടും ഇല്ല ഞാനല്ല. അപ്പൊ ഈ വോയിസ് എല്ലാം പറഞ്ഞ ആരുടെ? ഞാനാണ് ഈ വോയിസ് എല്ലാം പറഞ്ഞത്. അവസ്ഥ എന്തായാലും വോയിസിലോട്ട് വരുന്നതിന് മുമ്പേ നമ്മുടെ അച്ചു ചേച്ചിയുടെ ഒരു വീഡിയോ ഉണ്ട്. അതിൽ 2 ക്ലിപ്പ് ഞാനിങ്ങ് എടുക്കുക. എനിക്ക് ഒട്ടും ഡൈജസ്റ്റീവ് അല്ല ആ 2 സാധനം. ചേച്ചി എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്ക് അങ്ങോട്ട് പിടികിട്ടില്ല. ഞാൻ കൊടുക്കാം. ഇടുന്ന വോയിസുകൾ മറ്റൊരാൾക്ക് ചോദ്യം ചെയ്യാൻ എന്ത് അവകാശമാണുള്ളത്? അതെന്റെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഗ്രൂപ്പാണ്. എന്റെ ബിസിനസ് സംബന്ധമായുള്ള ഗ്രൂപ്പുകൾ ഞങ്ങൾ ഓണർമാർ ഞങ്ങളുടെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ മുൻപോട്ട് വെക്കുന്ന ഓരോ കാര്യങ്ങൾ അത് ഞങ്ങൾ വ്യക്തിപരമായി പോയി മെസ്സേജ് ഇടണമായിരുന്നു. ഏതെങ്കിലും സ്റ്റാഫുകൾക്ക് നിങ്ങൾ ബ്ലോഗേഴ്സ് തെളിയിക്കുക. പേഴ്സണലായിട്ട് പോയി ഞങ്ങൾ കൊടുത്തിരിക്കുന്ന വോയിസ് ക്ലിപ്പുകളാണോ എന്റെ ഹസ്ബൻഡ് പേഴ്സണലായിട്ട് പോയി ഒരാൾക്കെങ്കിലും കൊടുത്ത വോയിസ് ക്ലിപ്പാണോ നിങ്ങൾ ഈ കൊണ്ടുവന്നത്? ഒരാൾക്കെങ്കിലും കൊടുത്തൊരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ കൊണ്ടുപോവാ. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ കൊണ്ടുപോവാ. നിങ്ങൾ പറ, ഇത് പേഴ്സണലായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡ് ഇന്ന സ്റ്റാഫിനെ ഹറാസ്മെന്റ് ചെയ്തുകൊണ്ടുള്ള വോയിസ് ആണ്, ഇന്ന രീതിയിൽ ആ കുട്ടിക്ക് വിഷമം ഉണ്ടായ വോയിസ് ആണ്, അല്ലെങ്കിൽ ആ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞ വോയിസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പിൽ ഞാനും എന്റെ ഹസ്ബൻഡും നടത്തുന്ന ബിസിനസ് സ്ഥാപനമാണ്. ഒരു കാര്യം ചെയ്യും, ഈ പറയുന്ന നിങ്ങളൊരു 19 പെൺകുട്ടികളെ വെച്ചൊരു ബിസിനസ് സ്ഥാപനം ഒന്ന് സക്സസ് ആക്കി കാണിച്ചതാ. എന്റെ പൊന്ന് ചേച്ചി ഇതെന്താ പറയുന്നേ? ചേച്ചി ഇതെന്താ ഈ ഇത്രയും സംസാരിച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? പേഴ്സണലായിട്ട് സംസാരിച്ച് ഹരാസ് ചെയ്യുന്ന എന്തെങ്കിലും വോയിസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഇത് നമ്മൾ പബ്ലിക്കിൽ നമ്മളെ ഗ്രൂപ്പിന്റെ അകത്ത് സംസാരിച്ചല്ലേ, ഗ്രൂപ്പിൽ ഹരാസ് ചെയ്യുക അല്ലേ? ഈ പേഴ്സണലി ഹരാസ് ചെയ്താലേ കുഴപ്പമുള്ളൂ. ഗ്രൂപ്പിൽ എല്ലാവരെയും ഹരാസ് ചെയ്ത് സംസാരിക്കുന്നതിൽ ഒരു വിഷയമില്ലെന്നാണ് ചേച്ചി ഇവിടെ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ ചേച്ചി, നിങ്ങളുടെ വോയിസും ഈ പറയുന്ന സിബി അണ്ണന്റെ വോയിസും ചറപറ വന്ന് ഒറ്റ വോയിസിൽ ഒരു നല്ല കാര്യമില്ല, മനസ്സിലായ? ഇന്നലെ ഞാൻ വിട്ട വോയിസിൽ നേഴ്സിംഗ് എന്ന ജോലിയെ കുറ്റം പറയുന്നുണ്ട്. പിന്നെ വളച്ച് തിരിച്ച് ഞാൻ 40,000 സാലറി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വോയിസ്. 40,000-50,000 സാലറി കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ ചെക്ക് എഴുതി തരുന്നുണ്ട്. പക്ഷേ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങളെ 20,000-40,000 ഫൈൻ കൊണ്ട് അടച്ചിട്ട് ബാക്കി നിങ്ങൾ 2,000 കൊണ്ട് പോയി. ഈ കണക്കാണ് ചേച്ചിയോട് ഇന്നലെ പറയാതെ പറഞ്ഞു വെച്ചത്. വോയിസ് അടക്കമാണ് വിട്ടത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതൊരു എന്തു പറയാൻ, സത്യം പറഞ്ഞാൽ ഒരു ബ്ലാക്ക് മണി വെളുപ്പിക്കുന്ന ഒരു സെറ്റപ്പ് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ നിന്ന് നേരെ ഈ പറയുന്നത് പോലെ അവരുടെ ചെക്കിൽ കണക്ക് പ്രകാരം ഇത്രയും സാലറി കൊടുത്തെന്ന് എഴുതി കാണിക്കുകയും ഫൈൻ എന്ന രീതിയിൽ തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വെളുപ്പിക്കൽ പരിപാടിയല്ലേ? ആണ്. ഇതിനാണ്
വെളുപ്പിക്കൽ പരിപാടി എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ചേച്ചി അത് ആക്സെപ്റ്റ് ചെയ്യും. നിങ്ങളുടെ വോയിസിൽ ഒന്നും ഒട്ടും പെർഫെക്റ്റ് ഇല്ല. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവും വർമ്മ സാറേ, സാറി കേട്ടാ. എന്നിട്ട് ഇപ്പോൾ ഞാൻ പേഴ്സണലി ഞങ്ങൾ ആരെ ഹരാജ് ചെയ്തിട്ടില്ല. ഗ്രൂപ്പിലല്ലേ ഞങ്ങളുടെ ബിസിനസ് സംബന്ധമായ സംസാരമല്ലേ സംസാരിച്ചത്. നിങ്ങളടുത്ത് അവിടെ ഇൻ്റർവ്യൂവിന് വന്നപ്പോഴും നിങ്ങൾ കിടന്ന് ന്യായീകരിക്കുന്ന എന്താ, അവിടെ ഫുൾ ഫ്രീഡം, ഫുൾ ഫ്രീ, ഫുള്ള് സുഖ ജീവിതം, 3 മണിക്കൊരു ജോലി, പിന്നെ പാട്ട്, ഡാൻസ്, കൂത്ത്, അങ്ങനെയുള്ള പരിപാടി, ഫ്രീ ഫുഡ്, ഫ്രീ ഡാൻസ്, ഫ്രീ പാട്ട്. നിങ്ങളുടെ വോയിസിൽ എന്താ പറയുന്നത്? നിങ്ങളുടെ സിബിയണ്ണ എന്താ പറയുന്നത്? തൊട്ടാ തിരിഞ്ഞാൽ നിന്നാ മുള്ളിയ ഫൈൻ. ഇതാണ് സിബിയണ്ണ. നിങ്ങൾ ന്യായീകരിക്കില്ല കേട്ടാ. എനിക്കിതാണ് പിടിക്കാത്ത, ഒട്ടും പിടിക്കാത്ത കേസ് ആണ്. വീണടുത്താണ് ഉരുള. ഇപ്പം യൂട്യൂബേഴ്സിൻ്റെ തലയിലും വോയിസ് അവർ പേഴ്സണലി അല്ല അവരെ ഗ്രൂപ്പിൽ സംസാരിച്ചാണെന്നൊക്കെ എന്താ പറയുന്നതിൽ വല്ല ലോജിക്കും വേണ്ടേ? നിങ്ങൾ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? സത്യം ഞാൻ സീരിയസ്ലി ചോദിക്കുക. ഞാനത് ആദ്യമേ പറഞ്ഞത്, ചെയ്ത തെറ്റ് ഏറ്റു പറഞ്ഞിട്ട് നേരാപ്പുറ റൈറ്റ്, അതിൽ തെറ്റില്ല. ഇതിപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്? നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്ക്. അടുത്ത് പറയുന്നത് ഞാൻ ഒന്ന് കൊടുക്കാം. ഞാൻ പലപ്പോഴും പല വീഡിയോസിൽ പറഞ്ഞു, ഒലിവിയ എന്നിട്ടും വ്യൂസ് കയറി. നിങ്ങൾ പലരുടെയും ചാനൽ എടുത്ത് നോക്കിക്കോളൂ. 4K, 2K, 3Kയിലൊക്കെ നിൽക്കുന്ന നിങ്ങൾ പറയുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ യൂട്യൂബ് ചാനലിലെ വ്യൂസ് നോക്കുക. 4K ഒക്കെ കിടന്നവർ ഒലിവിയെ കുറിച്ച് ഒരു ഒറ്റ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് 6 ലക്ഷം പേരാണ് ആ വീഡിയോ വ്യൂ ചെയ്തത്. അപ്പോൾ ഒലിവിയയ്ക്ക് ഒരു ഇതുണ്ട്. അതിന് ശേഷം അവർ നെക്സ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ വീണ്ടും 4Kയിലേക്ക് പോയി. അപ്പോൾ ഒലിവിയുടെ മഹത്വം എന്താണെന്ന് ആ ഒരു ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു വളർന്നു നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ ഹാഷ്ടാഗ് ഉപയോഗിച്ച നോർമലി പല ചാനലുകളും വ്യൂസ് മുൻപോട്ട് പോവുകയും അത് കൂടെ എൻ്റെ സ്ഥാപനത്തിന് ഒരു ബാഡ് ഇമേജ് ഉണ്ടാവുകയും എനിക്കൊരു ബാഡ് ഇമേജ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അപ്പൊ നോർമലി നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമുക്കൊരു എതിരെ ഒരു അലിഗേഷൻ വന്നു നില്ലേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ചേച്ചി ഇവിടെ എന്താ പറഞ്ഞ, ഒലിവിയുടെ ഹാഷ്ടാഗ് ഇട്ടപ്പോൾ വ്യൂ കയറിയെന്ന്, എന്തോ വലിയ നല്ല കാര്യം പറഞ്ഞതുപോലെയാണ് ചേച്ചി പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു സ്ഥാപനത്തിനെതിരെ ഇത്രയും വലിയ വലിയ അലിഗേഷൻസും വോയിസ് റെക്കോർഡ് അടക്കം തെളിവ് സഹിതം പുറത്തു വന്നുകൊണ്ട് നിൽക്കുമ്പോൾ അത് ഇങ്ങനെ വീഡിയോസ് ഇട്ട് സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കുന്ന ഒരു ഇഷ്യൂ ആകുമ്പോൾ ഓഫ് കോഴ്സ് വ്യൂസ് കയറും. അല്ലാണ്ട് ഇനിയിപ്പോൾ ഒലീവിയയും ചേച്ചി ആയതുകൊണ്ടാണ് ഈ വ്യൂ എന്നൊന്നും ഞാൻ പറയത്തില്ല. എങ്കിലും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് ടൈമിൽ ബിഗ് ബോസ് കണ്ടന്റ് ഇടുന്ന എല്ലാവർക്കും വ്യൂ ഇല്ലേ? ഇതിപ്പോൾ ചേച്ചിയുടെ വിചാരം ചേച്ചി ആയതുകൊണ്ടാണ് ഇത്രയും വലിയ കണ്ടന്റ് റീച്ച് എന്നൊക്കെ. എടാ, ഇതിനേക്കാൾ റീച്ചുള്ള ഇപ്പം എൻ്റെ ചാനൽ എടുത്തിട്ട് ടോപ്പ് വ്യൂ ഏത് കണ്ടന്റ് ഒന്ന് നോക്കി നോക്ക്. ടോപ്പ് വ്യൂ ഷോർട്സ് എടുത്തിട്ടാലും നോക്കി നോക്ക്, ലോങ് വീഡിയോ എടുത്തിട്ടാലും പോപ്പുലർ, അതായത് പോപ്പുലറിൽ ടോപ്പ് വ്യൂ കാണിക്കും. അത് ഏത് കണ്ടന്റ് ആണെന്ന് നോക്ക്. അപ്പോൾ ഒലിവിയെക്കാളും റീച്ചുള്ള കണ്ടന്റുകളും കേരളത്തിൽ ഓടി, മനസ്സിലായി, ഓടുന്നുണ്ട്, ഇനി ഓടുകയും ചെയ്യും. അല്ലാതെ ഇത് ഒലിവിയ മാത്രം വെച്ചിട്ട് ആൾക്കാർ ജീവിക്കണം എന്നൊക്കെ ചേച്ചി ഒന്നും വരുമ്പോൾ പറഞ്ഞിടയ്ക്ക് അതുപോലെ യൂട്യൂബേഴ്സിനെ മൊത്തം അപമാനിച്ചിട്ടുള്ള ഈ ഒരു സംസാരമൊക്കെ ഇല്ലേ, വളരെ മോശമാണ് ചേച്ചി. ഉള്ള കാര്യം പറയാം, വളരെ മോശമാണ്. ഒരു തരത്തിൽ യോജിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ സ്ഥാപനത്തിന് എന്തോ മനഃപൂർവ്വം നമ്മളെല്ലാവരും കൂടി അങ്ങ് കൂട്ടത്തോടെ ഇറങ്ങി ആക്രമിച്ച് തകർത്തെടുക്കാനെന്നുള്ള രീതിയിലൊക്കെയാണ് നിങ്ങളുടെ സംസാരം. പിന്നെ അതുപോലെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരും വെച്ചിട്ട് ബാക്കിയുള്ളവർ കണ്ടന്റ് ഉണ്ടാക്കി ജീവിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് നിങ്ങളുടെ സംസാരം. നിങ്ങളുടെ കണ്ടന്റ് ഹാഷ്ടാഗ് ഇട്ടാലേ റീച്ചുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു സംസാരം. ഞാൻ ഒരു കാര്യം ഓപ്പൺലി പറയട്ടെ, ആ സ്ഥാപനത്തിനെ പറ്റിയിട്ട് ഇല്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ വിളിച്ച് പറയുന്നത്, അല്ലേ? ചേച്ചിനെ ഒന്നിരുന്ന് ആലോചിക്കും. ഞാൻ അതാ ആദ്യമേ പറഞ്ഞ, നന്നാവാൻ ഇനിയും സമയമുണ്ട്, പക്ഷെ അധിക സമയം ഇല്ല. അതുകൊണ്ട് പറ്റുമെങ്കിൽ ചെയ്ത തെറ്റുകളെങ്കിലും ഏറ്റു പറഞ്ഞിട്ട് ഇനിയുള്ള സ്റ്റാഫുകൾക്കെങ്കിലും നല്ലൊരു ജീവിതം അവിടെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയാൽ ബെറ്റർ. മനസ്സിലായി? ഞാൻ ഇപ്പോഴും പറയുകയാണ്. ഓക്കെ, ഇനി ചേച്ചിയുടെ ഒരു വോയിസ്. ചേച്ചി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും പേഴ്സണലി ആർക്കും അയച്ചിട്ടില്ല, നമ്മളെ ഗ്രൂപ്പിൽ വന്ന് തന്നെ എടുത്തത്, നമുക്ക് കിട്ടിയത് അങ്ങനെയാണ്. അപ്പോൾ ആ സാധനം ഒന്ന് കേൾക്കാം. അതുപോലെ നമ്മുടെ കൗണ്ട് ഡൗൺ ഡേയുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് കിട്ടിയ റിപ്പോർട്ട്സിൽ ഒന്ന് പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. എനിക്കൊരു റിപ്പോർട്ട് കിട്ടിയത്, ഈ 10,000 ബില്ലടിക്കുമ്പോൾ ഫൈൻ എന്നുള്ള നിങ്ങളുടെ ടെൻഷൻ ഈ പുതിയ കുട്ടികളുടെ മുന്നിൽ വെച്ചാകുമ്പോൾ അത് ശരിയാണ്. നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആ കുട്ടികൾക്ക് ഇതെന്താ കാര്യമെന്ന് അറിയത്തില്ല. അപ്പം നിങ്ങൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തൊട്ട് മുന്നിൽ ഒരു ജോലിക്കായിട്ട് വന്ന ഒരു കുട്ടി ഇരിപ്പുണ്ട് എന്നുള്ളൊരു ചിന്ത വേണം. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ റിപ്പോർട്ടുകൾ കണ്ണിൽ കാണുന്നത്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റിപ്പോർട്ട്സ് തരാത്തവരൊക്കെ ഈ പ്രാവശ്യം റിപ്പോർട്ട്സുമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, 60 ദിവസം നിങ്ങളുടെ കൗണ്ട് ഡൗൺ ഡേ ആണ്. അത് 5 പേരെ ഒലീവിയയിലുള്ളൂ എങ്കിലും അത് മതി ഞങ്ങൾക്ക്. അതിനകത്ത് എന്തെങ്കിലും ഒരു അർത്ഥവത്ത് കാണുമല്ലോ, അത്രയും മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത് 5 പേരെ ഉള്ളെങ്കിൽ ആ 5 പേര് മതി.
ഓക്കെ, 5-5 ഉള്ള 5 വരെ വെച്ചോണ്ട് ചേച്ചിയിരിക്കും. ഓക്കെ, ഈ വോയിസ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. ഇതിൽ പറയാതെ പറയുന്ന എന്ത് കാര്യം എന്നറിയാമോ? അതായത് പുതിയ സ്റ്റാഫുകൾ അവിടെ ജോയിൻ ചെയ്യുമ്പോൾ അവരെടുത്ത് നിങ്ങൾ ഈ ഫൈനിന്റെ കേസും ഫൈനിന്റെ രീതിയും പറയരുത് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായില്ലല്ലേ? ഒന്നുകൂടി കേൾപ്പിച്ചു തരാം. ഇനി ശ്രദ്ധിച്ചോക്കെ, ഞാൻ പറഞ്ഞതുമായിട്ട് കണക്ട് ആവുന്നുണ്ടോ? അതുപോലെ നമ്മുടെ കൗണ്ട് ഡൗൺ ഡേയുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇന്ന് കിട്ടിയ റിപ്പോർട്ട്സിൽ ഒന്ന് പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്. എനിക്കൊരു റിപ്പോർട്ട് കിട്ടിയത്, ഈ 10,000 ബില്ലടിക്കുമ്പോൾ ഫൈൻ എന്നുള്ള നിങ്ങളുടെ ടെൻഷൻ ഈ പുതിയ കുട്ടികളുടെ മുന്നിൽ വെച്ചാകുമ്പോൾ അത് ശരിയാണ്. നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആ കുട്ടികൾക്ക് ഇത് എന്താ കാര്യമെന്ന് അറിയത്തില്ല. അപ്പം നിങ്ങൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തൊട്ട് മുന്നിൽ ഒരു ജോലിക്കായിട്ട് വന്ന ഒരു കുട്ടി ഇരിപ്പുണ്ട് എന്നുള്ളൊരു ചിന്ത വേണം. മനസ്സിലായില്ല? ചിന്ത വേണം. അതായത് നിങ്ങൾ ഈ ഫൈനിന്റെ കേസൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടി പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഫൈനിന്റെ കേസൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് കേട്ട് ആ കുട്ടി എന്ത് ചെയ്യരുത്? പിന്തിരിഞ്ഞു പോകരുത്. മനസ്സിലായ? ഈ സാധനമാണ് അവിടെ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ചേച്ചി, ഇത് നിങ്ങളതിനെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ എന്തൊക്കെയാ ഓരോന്നും ഗ്രൂപ്പിൽ വിളിച്ച് പറയുന്നത്, എന്തൊക്കെയാ സംസാരിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റിലേ പറയുന്നത്, നന്നാവാൻ ഒരു ചാൻസാ വരുന്നത്. അതങ്ങ് നന്നാവ്. ഇതിന്റെ പേരിൽ നിങ്ങളെ സ്ഥാപനം ഒന്നും ഇടിഞ്ഞു താഴില്ല. പക്ഷെ നിങ്ങൾ വീണ്ടും ന്യായീകരിക്കും തോറും, കള്ളത്തനം പറയും തോറും നിങ്ങളുടെ ഇമേജിനെ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കും. ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് ഓപ്പണായിട്ട് പറഞ്ഞ് അതൊരു സോറിയും പറഞ്ഞ് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനം വീണ്ടും ഓണാവും. മനസ്സിലായ? പക്ഷേ അതിന് പകരം നിങ്ങൾ വീണ്ടും കിടന്ന് ന്യായീകരിച്ച് മെഴുകുമ്പോൾ ജനങ്ങൾ വെറുത്തുകൊണ്ടിരിക്കും. അതാണ് സംഭവിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. എന്തായാലും നിങ്ങളിത് വിട്ടു പോകാൻ ചാൻസ് ഇല്ല. നിങ്ങൾ അത് ന്യായീകരിച്ച് കിടന്ന് മെഴുകാനാണ് ഇതെങ്കിൽ ആളുകൾ കൊണ്ട് തരുന്ന വോയിസ് ഇടാതിരിക്കാൻ നമുക്കും വയ്യടെ. അതാണ് സത്യം. ഞാൻ എന്ത് ചെയ്യാൻ? കൊണ്ട് തരുന്നു, നമ്മൾ ഇടുന്നു. നിങ്ങൾ പറയുന്നതിന് കൗണ്ടർ അടിക്കുന്നു. ഇത്രയും സംഭവിക്കുന്നുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാൻ വേണ്ടി പുതിയ വീഡിയോ ആയിട്ടാണ്.